ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു കവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് തൊട്ട് തുടങ്ങാം. ആൻറ്റിയുടെ അഡ്രസ്സ് ആൻറ്റി എനിക്ക് നേരത്തെ തന്നെ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഐ ആം റൈറ്റിംഗ് ഇറ്റ് ഡൗൺ നൗ. ടു മാർലിപോൾ, MERLYPAUL, ഫ്രം Dr. Betty John. യെസ്, ഇതാണ്. സോ ഈ കൊറിയർ കവറായിരിക്കും ആൻറ്റിക്ക് എത്തുക. സോ ഇനി ഞാനിതിൽ പാക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ പാക്കിംഗ് കഴിഞ്ഞ സാധനം. ദേ അഡ്രസ്സ് എല്ലാം കംപ്ലീറ്റ് ആണ്. ഇന്നത്തെ കൊറിയറിൽ ഇത് ഇവിടുന്ന് പോയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ആൻറ്റി ഇത് കിട്ടിയതിന് ശേഷം എന്നെ അക്നോളജ് ചെയ്യാൻ മറക്കല്ലേ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാര്യം ചെയ്യാണ്. നമ്മളുടെ ഒരു ആൻറ്റി ഉണ്ട്, എൻ്റെ ഒരു വലിയ സബ്സ്ക്രൈബറാണ്, എൻ്റെ ഒരു ഫാനാണ്. എനിക്കും ആൻറ്റിയെ വളരെ കാര്യമാണ്. ആൻറ്റി റിക്വസ്റ്റ് ചെയ്ത പ്രകാരം, മേർലി പോൾ എന്നാണ് ആൻറ്റിയുടെ പേര്, ഞാൻ കുറച്ച് വെണ്ട വിത്തുകൾ ആൻറ്റിക്ക് ഇന്ന് അയക്കുകയാണ്. ആൻറ്റിക്ക് അയക്കാനായിട്ടേ നല്ല മൂത്ത ഉണങ്ങിയ 2 വെണ്ട കായകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിറച്ച് വിത്തുണ്ട്. സോ ഞാനൊന്ന് പൊട്ടിച്ചിടട്ടെ. സോ ആൻറ്റിയുടെ വെണ്ട വിത്തുകളെ ഞാൻ പൊട്ടിക്കാൻ പോവാണേ. അതേപടി എടുത്ത് ഉണങ്ങി വെച്ചിരുന്നതാണ്. അന്ന് നമ്മൾ പച്ചയ്ക്ക് കണ്ട അതേ വെണ്ടക്കായകൾ തന്നെയാണിത്. അടുത്തത് കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. സോ ലാസ്റ്റ് പീസ് കൂടെ ഞാൻ പൊട്ടിച്ചിടുകയാണ്. സോ 2 വെണ്ടക്കായകളാണ് ഉണങ്ങിയത് കൊണ്ടുവന്ന് അതിൽ നിന്ന് ആൻറ്റിക്ക് ഇത്രയും വിത്തുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിനി കവറിലാക്കാൻ പോവാണ്. സോ ഈ വെണ്ട വിത്തുകളെല്ലാം ഞാനിതാണ്ട് ഈ കൊച്ചു കവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഒരു കവറിൽ ഇത്രയും ഇട്ടു. ഇനി കുറച്ചുകൂടി ഉണ്ട്, അതും കൂടെ ഈ കവറിലിട്ടേക്കാം. സിപ്പ് ലോക്കുള്ള കവറാണ്, അതുകൊണ്ട് ഇത് ഇളകി പോരൂല. ഇതേ രണ്ടാമത്തെ കവറും. അങ്ങനെ ഈ 2 പാക്കറ്റാണ് ഞാൻ ഇന്ന് അയക്കുന്നത്. സോ ഈ 2 കൊച്ചു കവറുകളെ ഞാൻ അടുത്ത വലിയ കവറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇതിനകത്ത് പിന്നെ ഇതിനെ ക്ലോസ് ചെയ്തു. എഗെയിൻ ഒരു കവർ കൂടെ എടുത്തു. ദിസ് ഇസ് നമ്മുടെ പേപ്പർ കവർ. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ അഡ്രസ്സ് എഴുതിയ കവർ വെക്കുന്നത്. സോ എല്ലാം സേഫായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇവിടുന്ന് ഇന്നത്തെ പ്രൊഫഷണൽ കൊറിയറിൽ ഇവിടുന്ന് പോയിരിക്കും. സോ ഈ 2 പാക്കറ്റും ഞാൻ ഇന്ന് കൊറിയർ ചെയ്യുകയാണ്. എല്ലാം നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വിത്ത് പാകുക. പാകിയതിന് ശേഷം തൈ മുളച്ചതിന് ശേഷം ഒരു 2 ഇല പരുവം കഴിഞ്ഞിട്ട് ഒരു 4 ഇല പരുവാകുമ്പോൾ ഇതിനെ മാറ്റി നടുക. പിന്നെ ഞാൻ പറഞ്ഞു തന്ന വളങ്ങളും മരുന്നുകളും ഒക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ടായതിനേക്കാൾ കൂടുതൽ നല്ല വിളവുണ്ടാകട്ടെ. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ആകാം. ഇതായിരുന്നു എൻ്റെ ആ വെണ്ടകൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആനക്കൊമ്പൻ വെണ്ടകൾ.
ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഓർഗാനിക് പെസ്റ്റിസൈഡ്സും മാത്രം അടിച്ചാണ് ഞാൻ ഇവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ വളർന്നു വന്നപ്പോഴേക്കും ഇവർ ഇത് വലിയ കാകളായി മാറി. പലരും ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ ആനക്കൊമ്പനെയൊക്കെ പറിക്കാതെ നിർത്തിയിരിക്കുകയാണ്. ഇത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുക. ഈ വെണ്ടകളെല്ലാമേ ഈ ചെടിയെ തന്നെ നിന്നാണ് മൂത്തത്. നല്ലപോലെ മൂത്ത് നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മളിവരെ മുറിച്ചു മാറ്റിയെടുത്തത്. ദേ കണ്ടോ, ഇങ്ങനെ നിർത്തിയാണ് മൂപ്പിച്ചെടുത്തത്. ആൻറ്റിയുടെ ചെടികളൊക്കെ വളർന്ന് ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്കകൾ ഉണ്ടാകട്ടെ എന്ന് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു.